ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന ഈ ഒരൊറ്റ ഫേസ് പാക്ക് മാത്രം മതി നിങ്ങളിനി സ്വന്തമായിട്ട് കല്യാണത്തിന്, നിങ്ങളുടെ സ്വന്തം കല്യാണത്തിന് റെഡിയാകുന്ന ബ്രൈഡ് ആയിക്കോട്ടെ, അതല്ല നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കല്യാണം വരാൻ പോവാണ്, നിങ്ങൾക്കൊന്ന് സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്ത് അടിപൊളിയാകണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുമാത്രമല്ല, ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതിലുപരി ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനാണ്. അതായത് ഡെഡ് സെൽസ് ഉണ്ടാകുക, വെയിലിട്ടിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടാകുക, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി ബ്രൈഡോ അങ്ങനല്ല, നമുക്ക് കല്യാണമോ അങ്ങനെ സ്പെഷ്യൽ ഫംഗ്ഷനോ ഒന്നും ഇല്ലെങ്കിലും സ്കിന്ന് അടിപൊളിയായിരിക്കണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെ നിങ്ങൾക്ക് സ്കിന്നിലൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതോടൊപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഓൾറെഡി ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ ബാക്കിൽ കെട്ടി വെച്ചു, അല്ലെങ്കിൽ നമുക്ക് മെസ്സാവത്തില്ലേ. സോ നമ്മുടെ പാക്ക് ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ബ്രൈഡ്സിനാണെങ്കിൽ പോലും അടിപൊളിയായിട്ട് മംഗളകരമായിട്ട് മഞ്ഞ കളറിലൊക്കെയാണ് നമ്മൾ ഈ പാക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റായിട്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. യെല്ലോ കളർ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിതിൽ ടേമറിക്, അതായത് നമ്മുടെ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള മഞ്ഞൾ എടുക്കാം. കറിക്ക് എടുക്കുന്നത് പൊതുവെ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മഞ്ഞൾ നോക്കി വാങ്ങാം. എന്നിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങാടി മരുന്ന് കടകളിലും അതുപോലെ ആയുർവേദ ഷോപ്സിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള മഞ്ഞൾ, കുടമഞ്ഞൾ, പച്ചമഞ്ഞളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് പൊടിച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഭയങ്കര നല്ലതാണ്, നന്നായിട്ട് സ്കിൻ ഗ്ലോ ആകും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാം. ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, അതുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. സ്റ്റോക്കിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിലോ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഞാനിവിടെ കുറച്ച് മാത്രം, ഒരു 1/2 സ്പൂൺ അല്ല 1/4 സ്പൂൺ മാത്രമാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹീപ്പായിട്ടാണ് എടുക്കുന്നത്, അതാണ് 1.5 സ്പൂണ് പറഞ്ഞത്. നല്ല രീതിയിൽ ക്വാണ്ടിറ്റി എടുക്കുക. കാര്യം നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഒരു ഇച്ചിരി മാത്രം എടുത്താൽ നമുക്ക് ചിലപ്പോൾ തികയാതെ പോവും. ബാക്കി വന്നാലും കുഴപ്പമില്ല, പക്ഷെ തികയാതെ പോകരുത്. കുറച്ച് കട്ടിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1.5 സ്പൂൺ തികച്ചെടുക്കുക. നമ്മളിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തു, ഒപ്പം മഞ്ഞൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. കാര്യം തൈരിൽ അത്രമാത്രം നമുക്ക് ഗുണങ്ങളുണ്ട്. സ്കിൻ പെട്ടെന്ന് വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും നല്ലതാണ്. സോ തൈര് യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് തൈര് ഒട്ടും തന്നെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യാം. പാലും പാല്, തൈര് ഇങ്ങനത്തെ ഡയറി പ്രോഡക്ട്സ് ഒന്നും തന്നെ പറ്റാത്തവരാണെങ്കിൽ അലോവേര നീരുണ്ടല്ലോ, അലോവേര ജ്യൂസ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കറ്റാർവാഴയുടെ നീര്, ഇത് നമുക്ക് നാച്ചുറലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ സെറ്റാകും എന്നുണ്ടെങ്കിൽ നാച്ചുറൽ തന്നെ യൂസ് ചെയ്യുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വിസിബിളി ചേഞ്ച് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഒപ്പം തേനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തൈര്, പാല് അല്ലെങ്കിൽ അലോവേര ജെല്ല്, ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഒപ്പം നിങ്ങൾ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. തേനൊക്കെ എല്ലാവരും ചേർക്കേണ്ടതാണ്. അത്രമാത്രം സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് തേന്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇന്നാണ് കുറേ കാലത്തിന് ശേഷം ഞാൻ ഫേസ് പാക്ക് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആക്ച്വലി കൺസിസ്റ്റൻസി ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത കൺസിസ്റ്റൻസിയാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്ലാസ് സ്കിൻ വേണ്ടേ, ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റ് ബ്രൈറ്റ് സ്കിന്ന് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞൾ സ്കിന്നിനെ ഹീൽ ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് തരാനും ഹെൽപ്പ് ചെയ്യും. തേൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഒരു ഫ്രഷ്നെസ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി ഒരു ബ്രൈറ്റ്നസ്സും ഫ്രഷ്നെസ്സും തരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈരാണ്. തൈരിൻ്റെ ഗുണങ്ങൾ പറയാതെ തന്നെ അറിയാം.
സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും അതുപോലെ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാനും ഒക്കെ നല്ലതാണ്. എനിക്ക് ആക്ച്വലി കുറച്ച് ടയേർഡാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ആ ടയേർഡ്നെസ് മേ ബി ഫീൽ ആകും. അത് ഞാൻ മാക്സിമം കവറപ്പ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇൻ കേസ് അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. വളരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഫങ്ഷൻ നാളെയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ദിവസം ഉണ്ടല്ലോ, അപ്പോഴെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. ആ ഒരു ലെവലിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ 3 ദിവസം വെച്ച് എല്ലാ വീക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മാസം മുന്നേ 6 മാസം മുന്നേ എങ്കിലും നിങ്ങളിത് തുടങ്ങണം. ഒരു കാര്യം, ഇപ്പം സ്കിൻ കെയർ DIY ആയിക്കോട്ടെ, പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒന്നും നിങ്ങൾ ആ ഒരു 3 മാസത്തെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒന്നും തന്നെ പുതിയതായിട്ട് ചെയ്യാണ്ടിരിക്കുക. ഒരു 6 മാസം മുതൽ 3 മാസം വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ഹോം റെമഡീസ് എങ്കിലും ട്രൈ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നത്. ആ ഒരു സമയത്തല്ലാതെ നിങ്ങൾ കല്യാണത്തോട് അടുക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ ട്രൈ ചെയ്യണ്ട. പുതിയതായിട്ടാണെങ്കിൽ, ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പുതിയതായിട്ടാണെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേമായിട്ടും യൂസ് ചെയ്യാം. വേറെ ഒരു കെമിക്കലും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഈ പ്രോഡക്റ്റ്സ്, അതായത് നമ്മുടെ ഹോം റെമഡീസ് ഒരു ഇറിറ്റേഷൻ തരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൺഫേമായിട്ടും എല്ലാവർക്കും റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അലർജറ്റിക് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, കൺഫേം പക്ക റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ് നമ്മളിതിൽ, ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ പാക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മളെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണേ. കഴുത്തിൽ, നമ്മുടെ കഴുത്തിൻ്റെ പുറകിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഈവൻ സ്കിന്ന് ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇതിന് മുന്നേ ആയിട്ടൊന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയാൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൃത്യം വീണ്ടും കംപ്ലീറ്റ്ലി ഒരു 15 മിനിറ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം വെള്ളം തളിച്ചു കൊടുത്തിട്ട് വീണ്ടും 15 മിനിറ്റ് അല്ല, ആദ്യം നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ആദ്യം എപ്പോഴാണോ ഫേസ് പാക്ക് ഇട്ടത് അപ്പം മുതൽ 15 മിനിറ്റ് വരെ. ഇടയ്ക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിലാണ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് 15 മിനിറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ, പാക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ വലിച്ചെടുക്കും. അപ്പോൾ സ്കിന്ന് വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആയതുപോലെ ഡള്ളായതുപോലെ തോന്നും. അതുകൊണ്ടാണ്, അതുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നല്ല രീതിയിൽ ഫേസ് കംപ്ലീറ്റ്ലി നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് വെച്ചിരുന്നു. എന്നിട്ട് ചെറിയൊരു സ്ക്രബ് കൊടുത്ത് വാഷ് ചെയ്തു. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ, മാക്സിമം 3 ദിവസം, മിനിമം 2 ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സോപ്പിട്ട് കഴുകരുത്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് സോപ്പിട്ട് കഴുകാം. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി. എന്നിട്ട് നമുക്ക് സാധാരണ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നല്ലതായിരിക്കും. നോർമൽ സ്കിൻ ആണെങ്കിലും ഇത് നല്ലതാണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവത്തില്ല. ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും വർക്ക് ആവത്തില്ല. ഡോട്ട് ആൻഡ് കീക്ക് തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് പല വേരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഏറ്റവും സിമ്പിളാണ്. ഇതിലും സിമ്പിളായിട്ടൊരു സംഭവം വേറെ ഇല്ല. അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.